ആദ്യത്തെ ചോദ്യം, തീരദേശ സംരക്ഷണ ദിനം. ഫെബ്രുവരി 1. ഫെബ്രുവരി 1 തീരദേശ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത്. കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തീർണം. കേരളത്തിന്റെ ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരിയാണ്. ബുദ്ധമയൂരിയാണ് കേരളത്തിന്റെ ഔദ്യോഗിക ശലഭം. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി. കേരളത്തിലെ നൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഭാരതപ്പുഴ. ഭാരതപ്പുഴയാണ് കേരളത്തിലെ നൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി. ദേശീയ ബാലാവകാശ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ ശാന്ത സിൻഹ. ദേശീയ ബാലാവകാശ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ ആയിരുന്നത് ശാന്ത സിൻഹയാണ്. മനുഷ്യന്റെ ശാസ്ത്രീയ നാമം ഹോമോസാപ്പിയൻസ്. മനുഷ്യന്റെ ശാസ്ത്രീയ നാമമാണ് ഹോമോസാപ്പിയൻസ്. കേരളത്തിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല മലപ്പുറം. മലപ്പുറം ജില്ലയാണ് കേരളത്തിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത്? ഹോസ്ദുർഗ് ആണ്. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത്? ഹോസ്ദുർഗ്. ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയാണ് ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. കേരളത്തിലെ ഒരേ ഒരു കണ്ടോൺമെന്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിലെ ഒരേ ഒരു കണ്ടോൺമെന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭൻ. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് നടപ്പാക്കിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. 1959 രാജസ്ഥാനാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് നടപ്പാക്കിയ സംസ്ഥാനം. ഡോട്ട്സ് എന്ന ചികിത്സാ സമ്പ്രദായം ഏത് രോഗചികിത്സയ്ക്കുള്ളതാണ്? ഡോട്ട്സ് ക്ഷയരോഗ ചികിത്സയ്ക്കുള്ളതാണ് ഡോട്ട്സ് എന്ന ചികിത്സാ സമ്പ്രദായം. ഐറിസിന്റെ കറുപ്പ് നിറത്തിന് കാരണം മെലാനിൻ ആണ്. ഐറിസിന്റെ കറുപ്പ് നിറത്തിന് കാരണം മെലാനിൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ്. ഡെക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ടെലസ്കോപ്പിന്റെ സഹായത്തോടെ കണ്ടുപിടിക്കപ്പെട്ട ആദ്യത്തെ ഗ്രഹം ഏതാണ്? യുറാനസ് ആണ്. യുറാനസ് ആണ് ടെലസ്കോപ്പിന്റെ സഹായത്തോടെ കണ്ടുപിടിക്കപ്പെട്ട ആദ്യത്തെ ഗ്രഹം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ബക്രാനങ്കലാണ്. ബക്രാനങ്കൽ നദീതട പദ്ധതിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. വുൾഫ്രം എന്നറിയപ്പെടുന്ന ലോഹം വുൾഫ്രം. ടങ്സ്റ്റൺ ആണ് വുൾഫ്രം എന്നറിയപ്പെടുന്ന ലോഹം ടങ്സ്റ്റൺ. ഉറുമ്പുകൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഫിറമോൺ ആണ്. ഫിറമോൺ ആണ് ഉറുമ്പുകൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തു. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം എയ്ഡ്സ് ആണ്. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്നത് എയ്ഡ്സ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? പാമ്പാർ. കുണ്ടറ വിളംബരം നടന്നത് 1809 ജനുവരി 11 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നത്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം അപവർത്തനമാണ്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് അപവർത്തനം. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? സിങ്ക് ആണ്. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക്. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം
1954 ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ഏത് വർഷമാണ്? 1954. തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ്. തുരുമ്പിച്ച ഗ്രഹം ചൊവ്വ. ജിപ്സത്തെ 125 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നമാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ജിപ്സത്തെ 125 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നം പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് മുഹമ്മദ് യൂനുസ് ആണ് ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിൽ കാണപ്പെടുന്ന മൃഗം സിംഹമാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിൽ കാണപ്പെടുന്ന മൃഗം ഏതാണ്? സിംഹം. മലിനീകരണം നടത്തുന്ന വ്യവസായശാലകളുടെ മേൽ ചുമത്തുന്ന നികുതി ഏതാണ്? കാർബൺ നികുതിയാണ്. മലിനീകരണം നടത്തുന്ന വ്യവസായശാലകളുടെ മേൽ ചുമത്തുന്ന നികുതിയാണ് കാർബൺ നികുതി. പാലിയം സത്യാഗ്രഹം നടന്ന വർഷം 1947. 1947 പാലിയം സത്യാഗ്രഹം നടന്നത്. ചാന്നാർ ലഹള അറിയപ്പെടുന്ന മറ്റൊരു പേര്, ചാന്നാർ ലഹള എന്നറിയപ്പെടുന്നത് മേൽമുണ്ട് സമരമാണ്. മേൽമുണ്ട് സമരം. മിസ് വേൾഡ് മത്സരത്തിന്റെ ആപ്തവാക്യം ബ്യൂട്ടി വിത്ത് എ പർപ്പസ്. ബ്യൂട്ടി വിത്ത് എ പർപ്പസ് എന്നത് എന്തിൻ്റെ ആപ്തവാക്യമാണ്? മിസ് വേൾഡ് മത്സരത്തിന്റെ ആപ്തവാക്യമാണ് ബ്യൂട്ടി വിത്ത് എ പർപ്പസ് എന്നത്. വെർട്ടിസോൾ എന്നറിയപ്പെടുന്ന മണ്ണിനം വെർട്ടിസോൾ. കറുത്ത മണ്ണാണ് വെർട്ടിസോൾ എന്ന് അറിയപ്പെടുന്നത്. മുതുകുളം പ്രസംഗം നടത്തിയത് ആരാണ്? മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭൻ. സൾഫ്യൂരിക് ആസിഡ് നിറഞ്ഞ മേഘപാളികളാൽ ആവൃതമായ ഗ്രഹം ഏതാണ്? ശുക്രൻ. സൾഫ്യൂരിക് ആസിഡ് നിറഞ്ഞ മേഘപാളികളാൽ ആവൃതമായ ഗ്രഹം ശുക്രൻ. ലോക നാട്ടറിവ് ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 22. ലോക നാട്ടറിവ് ദിനം എന്നാണ് ഓഗസ്റ്റ് 22. നക്ഷത്രാമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം ഏതാണ്? ചിന്നാർ. നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശമാണ് ചിന്നാർ. തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ല വയനാട്. വയനാട് ജില്ല ഏതെല്ലാം സംസ്ഥാനങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്? തമിഴ്നാടും കർണാടകയുമായിട്ടാണ്. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ലയാണ് കണ്ണൂർ. തെയ്യങ്ങളുടെ നാട് കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ജില്ല ഏതാണ്? വയനാടാണ്. വയനാട് ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ജില്ല. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേര് എൻ്റെ ജീവിത സ്മരണകൾ. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേരാണ് എൻ്റെ ജീവിത സ്മരണകൾ എന്നത്. മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവി എന്ന് വിശേഷിപ്പിച്ചതാരാണ്? സർദാർ KM പണിക്കറാണ്. സർദാർ KM പണിക്കറാണ് മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത്. സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസം പ്രകീർണനം. സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ഏതാണ്? സൗരസ്പെക്ട്രത്തില് തരംഗദൈർഘ്യം കൂടിയ വർണ്ണമാണ് ചുവപ്പ്. സോഡാവെള്ളത്തിലെ ലീനം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സോഡാവെള്ളത്തിലെ ലീനം കാർബൺ ഡൈ ഓക്സൈഡ്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ. തോൽവിറക് സമരം നടന്ന ജില്ല ഏതാണ്? കാസർഗോഡാണ്. കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് തോൽവിറക് സമരം നടന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതി ആരുടേതാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ കൃതിയാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്നത്. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയയാണ് കാർബൺ ഡേറ്റിംഗ്. കാർബൺ ഡേറ്റിംഗ് എന്നത് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയയാണ്. സൂയിസൈഡ് ബാഗുകൾ എന്നറിയപ്പെടുന്ന കോശാംഗം ലൈസോസോമാണ്. സൂയിസൈഡ് ബാഗുകൾ എന്നറിയപ്പെടുന്ന കോശാംഗം ലൈസോസോം. ഒരു കണ്ണിന് മാത്രം കാഴ്ച കുറയുന്ന രോഗത്തിൻ്റെ പേര് ആംബ്ലിയോപ്പിയ. ഒരു കണ്ണിന് മാത്രം കാഴ്ച കുറയുന്ന രോഗത്തിൻ്റെ പേരാണ് ആംബ്ലിയോപ്പിയ. തുരിശിൻ്റെ രാസനാമം കോപ്പർ സൾഫേറ്റ്. തുരിശിൻ്റെ രാസനാമമാണ് കോപ്പർ സൾഫേറ്റ്.
വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നേതാവ് ആരാണ്? അയ്യങ്കാളിയാണ്. വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നേതാവ് അയ്യങ്കാളി. കടലിൽ എണ്ണ കലരുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണം തടയുവാൻ ഉപയോഗിക്കുന്ന ബാക്ടീരിയയാണ് സൂപ്പർ ബഗ്. കടലിൽ എണ്ണ കലരുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണം തടയുവാൻ ഉപയോഗിക്കുന്ന ബാക്ടീരിയ സൂപ്പർ ബഗ്. ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലിടുക്ക് പാക് കടലിടുക്കാണ്. ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നത് പാക് കടലിടുക്ക്. ഗാന്ധിജി കൊല്ലപ്പെട്ട ദിവസം 1948 ജനുവരി 30. ഗാന്ധിജി കൊല്ലപ്പെട്ട ദിവസം ഏതാണ്? 1948 ജനുവരി 30 ഗാന്ധിജി കൊല്ലപ്പെട്ടത്. ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം ഏതാണ്? ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം ഉലുവ. നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടെയാണ് സ്ഥാപിച്ചത്? റഷ്യയുടെ സഹകരണത്തോടെയാണ് നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചത്. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് തലാമസ് ആണ്. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് തലാമസ്. ഓക്സിജൻ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി ബഹിരാകാശ വാഹനങ്ങളിൽ വളർത്തുന്ന സസ്യമാണ് ക്ലോറല്ല. ഓക്സിജൻ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി ബഹിരാകാശ വാഹനങ്ങളിൽ വളർത്തുന്ന സസ്യം ക്ലോറല്ല. ഗാന്ധിജി ജനിച്ച വീട് അറിയപ്പെടുന്ന പേര് കീർത്തി മന്ദിർ. ഗാന്ധിജി ജനിച്ച വീട് അറിയപ്പെടുന്നത് കീർത്തി മന്ദിർ എന്നാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള ഏതാണ്? പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള. കേരളത്തിൻ്റെ 14ാമത്തെ ജില്ലയായി കാസർഗോഡ് രൂപം കൊണ്ടത് എന്ന്? 1984 മെയ് 24 കേരളത്തിൻ്റെ 14ാമത്തെ ജില്ലയായിട്ട് കാസർഗോഡ് രൂപം കൊണ്ടത്. 1984 മെയ് 24. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഹൈപ്പോതലാമസ് ആണ്. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാളിലാണ്. റാണിഗഞ്ച് കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉടനീളം ആലപിച്ച വരിക വരിക സഹചര എന്ന ഗാനം രചിച്ചത് അംശി നാരായണ പിള്ളയാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉടനീളം ആലപിച്ച വരിക വരിക സഹചര എന്ന ഗാനം രചിച്ചത് അംശി നാരായണ പിള്ള. 1930 ഏപ്രിൽ 21 പയ്യന്നൂരിൽ എത്തിച്ചേർന്ന കെ കേളപ്പനെയും സംഘത്തെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ആരാണ്? കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ്. 1930 ഏപ്രിൽ 21 പയ്യന്നൂരിൽ എത്തിച്ചേർന്ന കെ കേളപ്പനെയും സംഘത്തെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ആരാണ്? കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. മാവ് പുളിക്കുമ്പോൾ പുറത്തുവരുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. മാവ് പുളിക്കുമ്പോൾ പുറത്തുവരുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നത് ബ്രഹ്മപുത്ര. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് രാജ് നാരായൺ ബോസ് ആണ്. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് രാജ് നാരായൺ ബോസ്. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഒഡീസിയാണ്. ചലിക്കുന്ന ശില്പം ഒഡീസി. ആണി ചുറ്റിക കൊണ്ട് അടിച്ചു കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് ആവേഗബലം. ആണി ചുറ്റിക കൊണ്ട് അടിച്ചു കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലം ആവേഗബലം. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധമാണ് 3:2. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ശരാവതി നദി. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ശരാവതി നദിയിലാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് ഇംപീരിയൽ ബാങ്ക്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേരാണ് ഇംപീരിയൽ ബാങ്ക്. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ആനന്ദമഠം. ബംഗാളിലെ കർഷകർ നടത്തിയ
സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം. ജമ്മു കാശ്മീരിലെ ആദ്യ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായത് GC മുർമു. ജമ്മു കാശ്മീരിലെ ആദ്യത്തെ ലഫ്റ്റനന്റ് ഗവർണറായിട്ട് നിയമിതനായത് ആരാണ്? GC മുർമുവാണ്. ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന സംസ്കൃത വസ്തു സിലിക്ക. ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന സംസ്കൃത വസ്തുവാണ് സിലിക്ക. ലബോറട്ടറി ഉപകരണങ്ങൾ, തെർമോമീറ്റർ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് പൈറക്സ് ഗ്ലാസ് ആണ്. ലബോറട്ടറി ഉപകരണങ്ങൾ, തെർമോമീറ്റർ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? പൈറക്സ് ഗ്ലാസ് ആണ്. പാരമ്പര്യ കലാരൂപങ്ങളുടെ വികസനത്തിനായി ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം കേരള കലാമണ്ഡലം. പാരമ്പര്യ കലാരൂപങ്ങളുടെ വികസനത്തിനായിട്ട് ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് കേരള കലാമണ്ഡലം. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം 1857. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് 1857. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് KK. കേരള ഗാന്ധി KK. ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലയിലാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത് സോഡിയം കാർബണേറ്റ് ആണ്. വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത് സോഡിയം കാർബണേറ്റ്. മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. മോക്ഷപ്രദീപം എന്ന കൃതി ആരുടേതാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടന്ന മത പാർലമെന്റിൽ പങ്കെടുത്ത വർഷം 1893. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടന്ന മത പാർലമെന്റിൽ പങ്കെടുത്ത വർഷം 1893. കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഹീലിയമാണ്. കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഹീലിയം. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് നടപ്പാക്കിയ ജില്ല കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ല നീണ്ടകരയിൽ 1953 ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് നടപ്പാക്കിയ ജില്ല ഏതാണ്? കൊല്ലം. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏതാണ്? ശ്രീലങ്കയാണ്. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്ക. ഏത് മണ്ണിൻ്റെ 2 വകഭേദങ്ങളാണ് ഖാദർ, ബങ്കർ എന്നിവ? എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണിൻ്റെ 2 വകഭേദങ്ങളാണ് ഖാദർ, ബങ്കർ എന്നിവ. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭുവാണ്. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പാക്കിയത് ലിട്ടൺ പ്രഭു. പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിളിക്കപ്പെട്ടത് ശങ്കരാചാര്യരാണ്. പ്രച്ഛന്ന ബുദ്ധൻ ശങ്കരാചാര്യർ. മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ചത് എന്നാണ്? 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ചത്. 1891 ജനുവരി 1. ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ടവാതകം ഹീലിയമാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ടവാതകം ഏതാണ്? ഹീലിയം. ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. മത്സ്യഫെഡിൻ്റെ വാർത്താപത്രികയാണ് മത്സ്യ. മത്സ്യഫെഡിൻ്റെ വാർത്താപത്രിക മത്സ്യ. പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്ന കലാപം മലബാർ കലാപമാണ്. മലബാർ ലഹളയാണ് പൂക്കോട്ടൂർ യുദ്ധം എന്നും അറിയപ്പെടുന്ന കലാപം. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി കബനി നദിയാണ്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി ഏതാണ്? കബനി നദി. ദേശീയ ഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത് ക്യാപ്റ്റൻ രാംസിംഗ് ടാക്കൂറാണ്. ദേശീയ ഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചതാരാണ്? ക്യാപ്റ്റൻ രാംസിംഗ് ടാക്കൂർ. ദേശീയ ഗാനത്തിൻ്റെ ഹ്രസ്വരൂപം ആലപിക്കുവാനെടുക്കുന്ന സമയം 20 സെക്കൻഡാണ്. ദേശീയ ഗാനത്തിൻ്റെ ഹ്രസ്വരൂപം ആലപിക്കുവാനെടുക്കുന്ന സമയം 20 സെക്കൻഡ്. അർജുൻ അവാർഡ് നേടിയ ആദ്യ കേരളീയ വനിത KC ഏലമ്മ. അർജുൻ അവാർഡ് നേടിയ ആദ്യത്തെ കേരളീയ വനിതയാണ് KC ഏലമ്മ. വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത്
അരബിന്ദോ ഘോഷാണ്. വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് അരബിന്ദോ ഘോഷ്. സയനൈഡ് വിഷബാധ ഏൽക്കുന്നവരെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം തയോസൈനേറ്റ് ആണ്. സയനൈഡ് വിഷബാധ ഏൽക്കുന്നവരെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സോഡിയം തയോസൈനേറ്റ്. വാട്ടർ ഗ്ലാസിൻ്റെ രാസനാമം സോഡിയം സിലിക്കേറ്റ്. വാട്ടർ ഗ്ലാസിൻ്റെ രാസനാമം സോഡിയം സിലിക്കേറ്റ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ചേന മുറിക്കുമ്പോൾ ചൊറിച്ചിലിന് കാരണമാകുന്ന രാസവസ്തുവാണ് കാൽഷ്യം ഓക്സലേറ്റ്. ചേന മുറിക്കുമ്പോൾ ചൊറിച്ചിലിന് കാരണമാകുന്ന രാസവസ്തുവാണ് കാൽഷ്യം ഓക്സലേറ്റ്. കേരള മൊപ്പാസാങ് എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപ്പിള്ള. കേരള മൊപ്പാസാങ് എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപ്പിള്ള. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത് സി കൃഷ്ണൻ നായരാണ്. ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത് സി കൃഷ്ണൻ നായർ. വടക്കു നിന്നുള്ള കേരളത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന ചുരം പാലക്കാട് ചുരമാണ്. വടക്കു നിന്നുള്ള കേരളത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് പാലക്കാട് ചുരം. തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങളാണ് കോൺ കോശങ്ങൾ. തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങൾ കോൺ കോശങ്ങൾ. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് ആരാണ്? ജവഹർലാൽ നെഹ്റു. ലാവാ പ്രവാഹത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. ലാവാ പ്രവാഹത്തിൻ്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന മണ്ണിനം കറുത്ത മണ്ണ്. ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടം അറിയപ്പെടുന്നത് ബുലന്ദ് ദർവാസ. ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടം അറിയപ്പെടുന്നത് ബുലന്ദ് ദർവാസ എന്നാണ്. മണ്ണിനെക്കുറിച്ചുള്ള പഠനശാഖ, മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി. മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ പെഡോളജി. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോയി മാർട്ടിൻ. പോണ്ടിച്ചേരിയുടെ പിതാവ് ആരാണ്? ഫ്രാങ്കോയി മാർട്ടിൻ. വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു വിഷ്വൽ വയലറ്റ് അയഡോപ്സിനാണ്. അയഡോപ്സിനാണ് വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു അയഡോപ്സിൻ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറ പാകിയ യുദ്ധം പ്ലാസി യുദ്ധമാണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറ പാകിയ യുദ്ധമാണ് പ്ലാസി യുദ്ധം. മലബാറിലുണ്ടായ കർഷക കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷൻ. മലബാറിൽ ഉണ്ടായ കർഷക കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 5-നാണ്. 1957 ഏപ്രിൽ 5-നാണ് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത്. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസമാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം. മലയാളി മെമ്മോറിയലിലെ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ബാരിസ്റ്റർ GP പിള്ള. മലയാളി മെമ്മോറിയലിലെ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ബാരിസ്റ്റർ GP പിള്ള. കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികമുള്ള സ്ഥലമേതാണ്? കുണ്ടറയാണ്. കൊല്ലം ജില്ലയിലെ കുണ്ടറയാണ് കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികമുള്ള സ്ഥലം. രക്തത്തിലെ ആൻറ്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം പ്ലാസ്മ. രക്തത്തിലെ ആൻറ്റിബോഡികൾ സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മയിലാണ്. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് അമ്പുകുത്തി മലയിലാണ്. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് അമ്പുകുത്തി മല. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതിയുടെ കർത്താവ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഇക്തിയോളജി. മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ഇക്തിയോളജി.
കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഇടമലക്കുടിയാണ്. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏതാണ്? ഇടമലക്കുടി. ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്ന ഭാഷ ഉറുദു ആണ്. ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്നത് ഉറുദു. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനമാണ്. കൊച്ചിയുടെ ശ്വാസകോശം മംഗളവനം. ഒരു ലോഹത്തെ അടിച്ചു പരത്തി ഷീറ്റുകളാക്കാൻ സാധിക്കുന്ന സവിശേഷതയാണ് മാലിയബിലിറ്റി. ഒരു ലോഹത്തെ അടിച്ചു പരത്തി ഷീറ്റുകളാക്കാൻ സാധിക്കുന്ന സവിശേഷത മാലിയബിലിറ്റി. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരാണ് അയ്യപ്പൻ. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണം ആരംഭിക്കുന്നതും എവിടെ വെച്ചാണ്? ചെറുകുടലിൽ വെച്ചാണ് ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണം ആരംഭിക്കുന്നതും. ചെറുകുടൽ. ഫോസിലുകളില്ലാത്ത ശിലകളാണ് ആഗ്നേയ ശിലകൾ. ഫോസിലുകളില്ലാത്ത ശിലകൾ ആഗ്നേയ ശിലകൾ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 10ാം പഞ്ചവത്സര പദ്ധതി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് 10ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ്. ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് നെല്ലാണ്. ധാന്യവിളകളുടെ രാജാവ് നെല്ല്. കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യം. കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യമാണ്. കേളപ്പൻ എന്ന ജാലകം തുറന്നു വരുന്ന കാറ്റായിരുന്നു ഞങ്ങൾക്ക് ഗാന്ധിജി എന്ന് കെ കേളപ്പനെ പറ്റി പറഞ്ഞത് സുകുമാർ അഴീക്കോടാണ്. കേളപ്പൻ എന്ന ജാലകം തുറന്നു വരുന്ന കാറ്റായിരുന്നു ഞങ്ങൾക്ക് ഗാന്ധിജി എന്ന് കെ കേളപ്പനെ പറ്റി പറഞ്ഞത് ആരാണ്? സുകുമാർ അഴീക്കോട്. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം ഏതാണ്? തുളസിയാണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം തുളസി. പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള പത്രം ദീപികയാണ്. പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള പത്രം ഏതാണ്? ദീപിക. ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിത എൻ്റെ ഗുരുനാഥൻ. ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിതയാണ് എൻ്റെ ഗുരുനാഥൻ. എ നേഷൻ ഇൻ മേക്കിംഗ് എന്ന പുസ്തകം രചിച്ചത് സുരേന്ദ്രനാഥ് ബാനർജിയാണ്. എ നേഷൻ ഇൻ മേക്കിംഗ് എന്ന പുസ്തകം സുരേന്ദ്രനാഥ് ബാനർജി. ഇന്ത്യയിലെ പ്രധാന ഖാരിഫ് വിള നെല്ല്. ഇന്ത്യയിലെ പ്രധാന ഖാരിഫ് വിള നെല്ല്. പ്രസിഡന്റിൻ്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം ചെമ്മീനാണ്. പ്രസിഡന്റിൻ്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ മലയാള ചിത്രം ചെമ്മീൻ. മലയാളത്തിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് മാഗസിൻ പുഴ.com. മലയാളത്തിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് മാഗസിൻ ഏതാണ്? പുഴ.com. കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ പട്ടമാണ്. തിരുവനന്തപുരം ജില്ലയിലെ പട്ടമാണ് കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ. നീണ്ടകരയിലെ മത്സ്യബന്ധന വ്യവസായവുമായി സഹകരിക്കുന്ന രാജ്യം നോർവേ. നീണ്ടകരയിലെ മത്സ്യബന്ധന വ്യവസായവുമായിട്ട് സഹകരിക്കുന്ന രാജ്യം ഏതാണ്? നോർവേ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം കാനഡ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ചത് കാനഡ. ഏതിൻ്റെ അയിരാണ് ഗലീന? കറുത്തീയത്തിൻ്റെ അയിരാണ് ഗലീന. ഗലീന എന്തിൻ്റെ അയിരാണ്? കറുത്തീയം. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് എന്ന രോഗമുണ്ടാകുന്നത്? റിക്കറ്റ്സ് എന്ന രോഗമുണ്ടാകുന്നത് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ്. വിറ്റാമിൻ ഡി. വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ്. വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയം. ഇന്ത്യയുടെ മഗ്ന കാർട്ട എന്ന് വിളിക്കുന്നത് ഭരണഘടനയുടെ ഏതു ഭാഗത്തെയാണ്? മൗലിക അവകാശങ്ങൾ. ഇന്ത്യയുടെ മഗ്ന കാർട്ട എന്ന് വിളിക്കുന്നത് ഭരണഘടനയുടെ ഏതു ഭാഗത്തെയാണ്? മൗലിക അവകാശങ്ങളെയാണ്. ബാലഗുരു എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് വാഗ്ഭടാനന്ദൻ. ബാലഗുരു എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. ആര് ഒപ്പുവെക്കുന്നതിലൂടെയാണ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ബിൽ നിയമമാകുന്നത്? പ്രസിഡന്റ്. പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതിലൂടെയാണ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ബിൽ നിയമമാകുന്നത്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ.
ഏത് നദിയിലാണ് കൃഷ്ണരാജസാഗർ പദ്ധതി? കാവേരി നദിയിലാണ് കൃഷ്ണരാജസാഗർ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. കാവേരി. കേരള സർക്കാർ ആരംഭിച്ച മറൈൻ ആംബുലൻസിൻ്റെ പേര് പ്രതീക്ഷ. കേരള സർക്കാർ ആരംഭിച്ച മറൈൻ ആംബുലൻസിൻ്റെ പേരാണ് പ്രതീക്ഷ. റബ്ബറിൻ്റെ രാസനാമം പോളി ഐസോപ്രീൻ. റബ്ബറിൻ്റെ രാസനാമം പോളി ഐസോപ്രീൻ. ഏറ്റവും കൂടിയ വിശിഷ്ട താപധാരിതയുള്ള മൂലകം ഹൈഡ്രജൻ. ഏറ്റവും കൂടിയ വിശിഷ്ട താപധാരിതയുള്ള മൂലകമാണ് ഹൈഡ്രജൻ. ISROയുടെ ചെയർമാനായ ആദ്യ മലയാളി MGK മേനോൻ. ISROയുടെ ചെയർമാനായ ആദ്യത്തെ മലയാളിയാണ് MGK മേനോൻ. ഇന്ത്യൻ ഫെഡറൽ സംവിധാനം ഏത് രാജ്യത്തിൻ്റെ മാതൃകയിലാണ്? ഇന്ത്യൻ ഫെഡറൽ സംവിധാനം കാനഡയുടെ മാതൃകയിലാണ്. കാനഡ. കോഴിക്കോട് ജില്ലയിലെ മലബാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി കുറ്റ്യാടിപ്പുഴ. കോഴിക്കോട് ജില്ലയിലെ മലബാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി കുറ്റ്യാടിപ്പുഴ. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം നാഥുല ചുരം. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാഥുല ചുരം. ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്ന് പരാമർശിക്കപ്പെടുന്ന ഭരണാധികാരി പഴശ്ശിരാജയാണ്. ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്ന് പരാമർശിക്കപ്പെടുന്ന ഭരണാധികാരി പഴശ്ശിരാജ. മാഷ് ടെസ്റ്റ് ഏതിൻ്റെ സാന്നിധ്യമാണ് നിർണ്ണയിക്കുന്നത്? ആഴ്സനിക്കിൻ്റെ സാന്നിധ്യമാണ്. മാഷ് ടെസ്റ്റ് നിർണ്ണയിക്കുന്നത് ആഴ്സനിക്കിൻ്റെ സാന്നിധ്യമാണ്. ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി. ജൈവഘടികാരം എന്നറിയപ്പെടുന്നത് പീനിയൽ ഗ്രന്ഥി. നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രമാണ് ബംഗാൾ ഗസറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ബംഗാൾ ഗസറ്റ്. സിന്നബാർ എന്തിൻ്റെ അയിരാണ്? സിന്നബാർ മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. മെർക്കുറി. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ. തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? നെയ്യാറാണ്. കേരളത്തിലാകെ നദികൾ എത്രയാണ്? 44 കേരളത്തിലെ നദികളുടെ എണ്ണം 44. കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണ്. കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണ് ലാറ്ററൈറ്റ്. തിരുവനന്തപുരത്തെ നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. തിരുവനന്തപുരത്തെ നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂർ. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് ഏതാണ്? വെങ്ങാനൂർ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. മഞ്ഞളിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ രാസവസ്തു കുർക്കുമിനാണ്. മഞ്ഞളിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ രാസവസ്തു കുർക്കുമിൻ. ഹോൺ മുഴക്കുന്ന ഒരു വാഹനം അടുത്തെത്തുമ്പോൾ ഹോൺ ശബ്ദത്തിൻ്റെ ഉച്ചത കൂടുന്നതായും കടന്നുപോയി കഴിയുമ്പോൾ ഉച്ചത കുറയുന്നതായും അനുഭവപ്പെടുന്നതിന് കാരണം ഡോപ്ലർ ഇഫക്റ്റാണ്. ഹോൺ മുഴക്കുന്ന ഒരു വാഹനം അടുത്തെത്തുമ്പോൾ ഹോൺ ശബ്ദത്തിൻ്റെ ഉച്ചത കൂടുന്നതായും കടന്നുപോയി കഴിയുമ്പോൾ ഉച്ചത കുറയുന്നതായും അനുഭവപ്പെടുന്നതിന് കാരണം ഡോപ്ലർ ഇഫക്റ്റ്. വിദ്യാലയം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് മുർക്കോത്ത് കുമാരനാണ്. വിദ്യാലയം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് മുർക്കോത്ത് കുമാരൻ. ജാതി നാശിനി സഭ സ്ഥാപിച്ചത് സ്വാമി ആനന്ദ തീർത്ഥനാണ്. ജാതി നാശിനി സഭ സ്ഥാപിച്ചത് ആരാണ്? സ്വാമി ആനന്ദ തീർത്ഥൻ. ഏറ്റവും ദൈർഘ്യമേറിയ ദിവസമുള്ള ഗ്രഹം ശുക്രനാണ്. ഏറ്റവും ദൈർഘ്യമേറിയ ദിവസമുള്ള ഗ്രഹം ഏതാണ്? ശുക്രൻ. ദേശീയ ശാസ്ത്രദിനം കൊണ്ടാടാൻ കാരണമായ കണ്ടെത്തൽ നടത്തിയ ശാസ്ത്രജ്ഞൻ CV രാമൻ. ദേശീയ ശാസ്ത്രദിനം കൊണ്ടാടാൻ കാരണമായ കണ്ടെത്തൽ നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? CV രാമൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിം രാജാ ഹരിചന്ദ്ര. ഇന്ത്യയിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിമാണ് രാജാ ഹരിചന്ദ്ര.
ആശാ മേനോൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് കെ ശ്രീകുമാർ. ആശാ മേനോൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് കെ ശ്രീകുമാർ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? അലൂമിനിയമാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലൂമിനിയം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? ഗാനിമീഡാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഗാനിമീഡ്. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ലാക്രിമൽ ഗ്രന്ഥി. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ലാക്രിമൽ ഗ്രന്ഥി. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ ജില്ല. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തൃശ്ശൂർ. ലെസർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഹിമാചലാണ്. ലെസർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? ഹിമാചൽ. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല എറണാകുളം ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ഏതാണ്? എറണാകുളം. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദേശം ചെമ്പഴന്തിയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദേശം ചെമ്പഴന്തി. ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജ സ്ഥാപകൻ ആരാണ്? രാജാറാം മോഹൻ റോയ്. പട്ടികജാതിക്കാർ കൂടുതലുള്ള കേരളത്തിലെ ജില്ല പാലക്കാട്. പട്ടികജാതിക്കാർ കൂടുതലുള്ള കേരളത്തിലെ ജില്ല പാലക്കാട്. കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് അറിയപ്പെടുന്നത്. പഴുത്ത തക്കാളിക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ലൈക്കോപ്പീൻ. പഴുത്ത തക്കാളിക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ലൈക്കോപ്പീൻ. കാർഗിൽ യുദ്ധം നടന്ന വർഷം 1999. കാർഗിൽ യുദ്ധം നടന്ന വർഷം 1999. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതിയാണ് വികിരണം. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി വികിരണം. പ്രസാർ ഭാരതി നിലവിൽ വന്ന വർഷം 1997. പ്രസാർ ഭാരതി നിലവിൽ വന്നത് 1997. ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം ഡിസംബർ 2. ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം ഡിസംബർ 2. ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജൻ. ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജൻ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ എത്ര വയസ്സ് പൂർത്തിയാകണം? 18 വയസ്സ് പൂർത്തിയാക്കണം. 18 വയസ്സ്. ലക്ഷം വീട് പദ്ധതി നടപ്പാക്കിയ മന്ത്രി M.L. ഗോവിന്ദൻ നായരാണ്. M.L. ഗോവിന്ദൻ നായരാണ് ലക്ഷം വീട് പദ്ധതി നടപ്പാക്കിയ മന്ത്രി. റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാളിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം കോട്ടയം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരമാണ് കോട്ടയം. അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ബാക്ടീരിയയാണ് റൈസോബിയം. അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ബാക്ടീരിയ റൈസോബിയം. കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊയിലാണ്ടിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊയിലാണ്ടി. ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിൽ ഉൾക്കൊള്ളുന്ന ഊർജം സ്ഥിതികോർജമാണ്. ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിൽ ഉൾക്കൊള്ളുന്ന ഊർജമാണ് സ്ഥിതികോർജം. കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ പഞ്ചായത്ത് പുഴയ്ക്കലാണ്. തൃശ്ശൂർ ജില്ലയിലെ പുഴയ്ക്കലാണ് കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത്. അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡ് ജോസഫ് മുണ്ടശ്ശേരി അവാർഡാണ്. അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡാണ് ജോസഫ് മുണ്ടശ്ശേരി അവാർഡ്. മാൾവ, ഛോട്ട നാഗ്പൂർ പീഠഭൂമികളിൽ സുലഭമായ മണ്ണിനം ഏതാണ്? മാൾവ, ഛോട്ട നാഗ്പൂർ പീഠഭൂമികളിൽ സുലഭമായ മണ്ണിനം ചുവന്ന മണ്ണാണ്. ചുവന്ന മണ്ണ്. ഇന്ത്യയുടേതായ ഒരു ദേശീയ പതാക സ്റ്റാട്ട്ഗട്ടിൽ ഉയർത്തിയത് 1907 മാടമ്പി കാച്ചി കാമയാണ്. ഏത് രാജ്യത്താണ് സ്റ്റാട്ട്ഗട്ട്?
സ്റ്റഡ്ഗട്ട് ജർമ്മനിയിലാണ്. 1907 മാഡം ബിക്കാജി കാമയാണ് ഇന്ത്യയുടേതായ ഒരു ദേശീയ പതാക സ്റ്റഡ്ഗട്ടിൽ ഉയർത്തിയത്. സ്റ്റഡ്ഗട്ട് ഏത് രാജ്യത്താണ്? ജർമ്മനി. ഭൂമിയുടെ പാലായന പ്രവേഗം 11.2 km/s ആണ്. 11.2 km/s ആണ് ഭൂമിയുടെ പാലായന പ്രവേഗം. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശ്. മുനിയറകൾക്ക് പ്രസിദ്ധമായ സ്ഥലം മറയൂരാണ്. മുനിയറകൾക്ക് പ്രസിദ്ധമായ സ്ഥലം മറയൂർ. കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി ആർ ശങ്കർ. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആർ ശങ്കർ. ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകം ഹിന്ദ് സ്വരാജ്. ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകം ഏതാണ്? ഹിന്ദ് സ്വരാജ്. ത്വക്കിനെക്കുറിച്ചുള്ള പഠനമാണ് ഡെർമറ്റോളജി. ത്വക്കിനെക്കുറിച്ചുള്ള പഠനം ഡെർമറ്റോളജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ഏതാണ്? 1885 രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ശ്വേതരക്താണുക്കളാണ്. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകമാണ് ശ്വേതരക്താണുക്കൾ. ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ. ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ. ഗുരുശിഖർ ഏത് മലനിരയുടെ ഭാഗമാണ്? ഗുരുശിഖർ ആരവല്ലി മലനിരയുടെ ഭാഗമാണ്. ആരവല്ലി. കൊങ്കണി ഏത് ഭാഷാഗോത്രത്തിൽ പെടുന്നു? കൊങ്കണി ഇൻഡോ ആര്യൻ ഭാഷാഗോത്രത്തിൽ പെടുന്നു. ഇൻഡോ ആര്യൻ. ഏത് സംസ്ഥാനത്തെ ഗോത്രവിഭാഗമാണ് ഗോണ്ടുകൾ? ഗോണ്ടുകൾ ഒഡീഷയിലെ ഗോത്രവിഭാഗമാണ്. ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ബാങ്ക് ഹിന്ദുസ്ഥാൻ ബാങ്കാണ്. ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ഹിന്ദുസ്ഥാൻ ബാങ്ക്. ഉരുളക്കിഴങ്ങ് പച്ച നിറമാകുമ്പോൾ അതിലുണ്ടാകുന്ന രാസപദാർത്ഥം സൊളാനിൻ. ഉരുളക്കിഴങ്ങ് പച്ച നിറമാകുമ്പോൾ അതിലുണ്ടാകുന്ന രാസപദാർത്ഥമാണ് സൊളാനിൻ. വസ്തുക്കളുടെ ഉപരിതലത്തിൽ തട്ടി പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം. വസ്തുക്കളുടെ ഉപരിതലത്തിൽ തട്ടി പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു വരുന്ന പ്രതിഭാസം പ്രതിഫലനം. 1971 ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്ന് 1972 സുൾഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും തമ്മിൽ ഒപ്പുവെച്ച കരാറാണ് സിംല കരാർ. 1971 ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്ന് 1972 സുൾഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും തമ്മിൽ ഒപ്പുവെച്ച കരാറാണ് സിംല കരാർ. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ജാതി ചിന്തയ്ക്കെതിരെ കുമാരനാശാൻ രചിച്ച കാവ്യമാണ് ദുരവസ്ഥ. ദുരവസ്ഥ ആരുടെ കൃതിയാണ്? കുമാരനാശാന്റെ കൃതിയാണ്. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ജാതി ചിന്തയ്ക്കെതിരെ കുമാരനാശാൻ രചിച്ച കാവ്യമാണ് ദുരവസ്ഥ. ഭരണഘടനയുടെ 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം എങ്ങനെ അറിയപ്പെടുന്നു? അവശിഷ്ടാധികാരം. ഭരണഘടനയുടെ 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം അറിയപ്പെടുന്നത് അവശിഷ്ടാധികാരം എന്നാണ്. 1958 ഒരണ സമരം നടന്നത് എവിടെയാണ്? ഒരണ സമരം നടന്നത് കുട്ടനാടാണ്. ഒരണ സമരം നടന്നത് കുട്ടനാട്. ഇന്ത്യൻ നോട്ടുകളിൽ എത്ര ഭാഷകളിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നു? 17 ഭാഷകളിലാണ് ഇന്ത്യൻ നോട്ടുകളിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 17. ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം 1.3 സെക്കൻഡാണ്. ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം എത്രയാണ്? 1.3 സെക്കൻഡ്. ഏത് പ്രദേശത്തെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ? ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത് മീത്തേൻ ആണ്. ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത് മീത്തേൻ. പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനമാണ് ഗട്ടേഷൻ. പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്നും പുറത്തു പോകുന്ന പ്രവർത്തനം ഗട്ടേഷൻ. ഇന്ത്യ എന്ന പേരിന് നിദാനമായ നദി സിന്ധു ആണ്. സിന്ധു നദി.
ഇന്ത്യ എന്ന പേരിന് നിദാനമായ നദി സിന്ധു നദി. രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം സ്ഫിഗ്മോമാനോമീറ്റർ. രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണമാണ് സ്ഫിഗ്മോമാനോമീറ്റർ. വൈദ്യുതിയുടെ വാണിജ്യ ഏകകം കിലോ വാട്ട് അവർ ആണ്. വൈദ്യുതിയുടെ വാണിജ്യ ഏകകം ഏതാണോ കിലോ വാട്ട് അവർ. ഗാന്ധിജിയുടെ സന്ദർശനത്തിലൂടെ പ്രസിദ്ധമായ സന്മാർഗ ദർശിനി വായനശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? കോഴിക്കോട്. ഗാന്ധിജിയുടെ സന്ദർശനത്തിലൂടെ പ്രസിദ്ധമായ സന്മാർഗ ദർശിനി വായനശാല സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. GST കൗൺസിലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. GST കൗൺസിലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. VT ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം നമ്പൂതിരിയാണ്. VT ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം ഏതാണ്? നമ്പൂതിരി സമുദായം. ശാസ്ത്രത്തെ ജനകീയവൽക്കരിക്കുന്നതിന് യുനെസ്കോ നൽകുന്ന പുരസ്കാരം കലിംഗ പ്രൈസ്. ശാസ്ത്രത്തെ ജനകീയവൽക്കരിക്കുന്നതിന് യുനെസ്കോ നൽകുന്ന പുരസ്കാരമാണ് കലിംഗ പ്രൈസ്. 1857 കലാപത്തിന് ബറൗട്ടിൽ നേതൃത്വം നൽകിയത് ഷാമാലാണ്. എവിടെയാണ്? ബറൗട്ടിൽ നേതൃത്വം നൽകിയത് ആരാണ്? ഷാമാൽ. ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്, കേരളത്തിൽ മഹാശിലാസ്മാരകങ്ങൾ കണ്ടെത്തിയ ആനക്കര ഏത് ജില്ലയിലാണ്? ആനക്കര സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിൽ മഹാശിലാസ്മാരകങ്ങൾ കണ്ടെത്തിയ ആനക്കര സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.